നമസ്കാരം. യുഎഇയിലേക്ക് കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ദമ്പതികൾക്ക് പിഴയും തടവും ശിക്ഷ വിധിച്ച് കോടതി. 4.2 കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച ദമ്പതികൾക്കാണ് ജീവപര്യന്തം തടവും 5 ലക്ഷം ദിർഹം പിഴയും ശിക്ഷ വിധിച്ചത്. ഈ വർഷം ജനുവരി 2-ന് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലായിരുന്നു 27-കാരിയായ ഗാംബിയൻ യുവതിയുടെയും 35-കാരനായ നൈജീരിയക്കാരൻ്റെയും കയ്യിൽ നിന്ന് ലഹരിമരുന്ന് പിടികൂടിയത്. പതിവ് കസ്റ്റംസ് പരിശോധനയിൽ യുവതിയുടെ ലഗേജിൽ അസാധാരണമായ ഭാരം കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സൂക്ഷ്മ പരിശോധനയിൽ വാഹന ഫിൽട്ടറുകൾക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കണ്ടെത്തിയത്. തുടർന്ന് പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു. കാർഗോ സർവീസിൽ നിന്ന് പാക്കേജ് ശേഖരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ദുബായിലെ നൈഫ് ഏരിയയിൽ പിടിയിലായ നൈജീരിയക്കാരന് കൈമാറാനാണ് കഞ്ചാവെന്ന് കൂടുതൽ അന്വേഷണത്തിൽ കണ്ടെത്തി. നൈജീരിയൻ പ്രതിയെ കേസുമായി ബന്ധിപ്പിക്കുന്ന ഡിജിറ്റൽ ആശയവിനിമയം, കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴികൾ എന്നിവയുൾപ്പെടെയുള്ള തെളിവുകൾ കോടതി പരിശോധിച്ചു. തുടക്കത്തിൽ പ്രതികൾ ലഹരിമരുന്ന് കടത്തുമായി ബന്ധമില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. ഈ വാദം കോടതി തള്ളിക്കളഞ്ഞു. ജീവപര്യന്തം തടവിന് ശേഷം പ്രതികളെ രണ്ടുപേരെയും നാടുകടത്തും. പിഴയടയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ മൊത്തം പിഴത്തുകയുടെ ഓരോ 100 ദിർഹത്തിനും ഒരു ദിവസം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. പിടിച്ചെടുത്ത ലഹരിമരുന്ന് നശിപ്പിക്കാനും കോടതി ഉത്തരവിട്ടു.